അയാൾ പറയുന്ന രീതിയിൽ അയാളെ തേച്ചിട്ട് പോയതോ ഒന്നുമല്ല. കാരണം അനുഭവിച്ചവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. 18 വയസ്സിൽ ഞാൻ ഇറങ്ങി വന്നത് അയാളുടെ കൂടെ. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ അനുഭവിക്കാവുന്ന പരമാവധി ഞാൻ അനുഭവിച്ചതാണ്. ഈ കമന്റുകൾ ഇടുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്നറിയോ? ഇപ്പം നമ്മുടെ ഭാഗത്ത് എന്താണ് തെറ്റെന്ന് ചിന്തിക്കാതെ ഇവർ ഈ കാര്യങ്ങൾ പറയുന്നു. സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ഈ കുഞ്ഞിനെ 3 ദിവസം ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും ഇട്ട് എൻ്റെ ആങ്ങളെയാണ് ആ റൂമിൻ്റെ കതവ് ചവിട്ടി തുറന്ന് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ ഒരു സമയങ്ങളിൽ എനിക്കെങ്ങും പോകാൻ പറ്റത്തില്ല. കാരണം എനിക്ക് പ്രായമായൊരു മോളുണ്ട്. ഞാൻ പോയാൽ എൻ്റെ മോളെ നോക്കാൻ ആരും കാണത്തില്ല. പക്ഷെ ഇപ്പം എനിക്കങ്ങനല്ല. 2 ആൺപിള്ളേരാണുള്ളത്. അതുകൊണ്ട് അവരെ കൊണ്ടുപോയത്. എന്ന് വെച്ച് വേറെ ആളുടെ കൂടെ പോയതല്ല. എൻ്റെ അച്ഛനും ആങ്ങളെയുണ്ട്, അവരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഒരിക്കലും തിരിച്ച് ഞാൻ പോത്തൂല അയാളുടെ കൂടെ. നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഭാവം കൂടി കേൾക്കണമെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. അയാൾ പറയുന്നുണ്ട് ഞാൻ 12 ലക്ഷം രൂപയും കൊണ്ട് പോയെന്ന് പറയുന്നത്. അയാളെ ഈ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളെ ഈ 10-17 വർഷം കൊണ്ട് ഞാൻ സഹിച്ചില്ലേ? ഞാൻ അയാളെ സംരക്ഷിച്ചില്ലേ? അയാൾ ജോലിക്ക് പോകത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ജോലിക്ക് പോകുന്നുണ്ട്. 1000 രൂപ കിട്ടിയാൽ 500 അയാൾ വെള്ളം അടിക്കും. 500 രൂപ വീട്ടിൽ കൊണ്ട് തരും. വീട്ടിൽ പിള്ളേരുടെ വിദ്യാഭ്യാസം നോക്കണം, പിള്ളേർക്ക് ഭക്ഷണം വേണം, ഇതെല്ലാം നോക്കണ്ടേ? മോള് മരിച്ച 1 വർഷമായിട്ട് അയാൾ ജോലിക്ക് പോയിട്ടില്ല. സഹി കെട്ടിട്ടാണോ പോയത്? ആണ്, സഹി കെട്ടിട്ടാണ് പോയത്. ഇദ്ദേഹത്തിൽ നിന്ന് ശാരീരിക മാനസിക പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ, എനിക്കിപ്പം 14 വയസ്സുള്ള ഒരു മോനുണ്ട്. അവൻ എൻ്റെ കൂടെയുണ്ട്. എന്നെ തല്ലുന്ന കണ്ടിട്ട് അവൻ ഇടയ്ക്ക് കയറി ഈ തന്തയുടെ നേരെ കുത്തിന് കയറി പിടിച്ചിട്ടുണ്ട്. കാരണം അമ്മയെ തല്ലല്ലെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ ഇത്ര ഓപ്പൺ ആയിട്ട് പറയാവോന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ പറയാം, സെക്സ് പരമായിട്ടാണേലും അയാൾ എന്നെ ഒരുപാട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ജീവിതത്തിൽ ഇനി തുടർന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലോട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പോയിട്ട് തമ്പി എന്ന് പറഞ്ഞ ചേട്ടൻ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ടാണ് ഈ ചേച്ചിയെ പറ്റി പറഞ്ഞ കുറേ കാര്യങ്ങൾ. ഭാര്യയെ തിരിച്ചു വരണം, ഭാര്യ ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ കരഞ്ഞു പറഞ്ഞ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്ത് 1 മണിക്കൂർ ശേഷം തന്നെ ഈ ചേച്ചി എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എൻ്റെ ഭാഗങ്ങൾ കേൾക്കണം, എന്തുകൊണ്ടാണ് ഞാൻ ആ വീട് വിട്ടു പോയത്, എനിക്കുണ്ടായ മാനസിക വിഷമങ്ങൾ എന്തുവാണ് എന്ന് ഈ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കും ജനങ്ങളോട് പറയണം, അല്ലേ? എനിക്കും ആളുകളോട് പറയണം. എന്നെ നെഗറ്റീവ് വൽക്കരിക്കുന്നവരോട്, എനിക്ക് നെഗറ്റീവ് അടിക്കുന്നവരോട് എനിക്ക് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ വന്നിട്ട് ഈ ഒരു സംഭവം പറയുന്നത്. എന്തായാലും യാഥാർത്ഥ്യം ഇങ്ങനെ തന്നെ തുടരട്ടെ, ഇല്ലേ? ചേച്ചി ഒരു കാരണവശാലും ഇനി പോകത്തില്ല. ഇതോടുകൂടി എല്ലാം അവസാനിച്ചായിട്ട് നമുക്ക് കണക്കാക്കാം. ഇല്ല, ഇനി തിരിച്ചു പോകത്തില്ല.